ജയൻ വന്നില്ല അല്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അവൻ വരില്ല എന്ന് പറഞ്ഞു. എടാ ഞാൻ വിളിച്ചെന്ന് പറഞ്ഞില്ലേ? ഒക്കെ പറഞ്ഞു. എടാ അവൻ നമ്മുടെ എതിർകക്ഷിയാ. ഫ്രണ്ട്ഷിപ്പിനേക്കാൾ വലുതാണല്ലേ അവന് പൊളിറ്റിക്സ്. മതിയടാ മതി. നീ എന്താ അല്ലിമലർക്കാവ് പെണ്ണ് കാണാൻ പോവാ? അവിടെ അണികൾ കാത്തിരിക്കുന്നു. വാ. മുത്തശ്ശി, ഞാനൊരു യുദ്ധത്തിന് പോവുകയാണ്. എന്നെ അനുഗ്രഹിക്കണം. ശ്രീ പത്മനാഭ ഭഗവാനെ, എന്റെ മോൻ എവിടെ പോയാലും ജയിക്കും. മുത്തശ്ശനോട് പറഞ്ഞിട്ട് പോ. ശ്രീ പത്മനാഭനെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അമ്മമാരെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെന്റെ കൂപ്പുകൈ. ഞാനൊരു അലവലാതിയും തെമ്മാടിയും ദുഷ്ടനും ഒക്കെ ആണെന്നാണ് നിങ്ങളുടെ ധാരണ. എന്നാൽ ഞാനിതൊന്നും അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പഴയ വിക്രമാദിത്യ രാജാവും വേഷം മാറി, ഭാഷ മാറി, ജനങ്ങൾ ഒരുവനായി നടന്നു. അനവധി വിവാഹങ്ങൾ നടത്തി, മോഷണവും പിടിച്ചുപറിയും വരെ നടത്തി. എന്നിട്ടും നാം അദ്ദേഹത്തെ മഹാൻ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനും. നിങ്ങളുടെ സ്ത്രീകൾക്ക്, നിങ്ങളുടെ കുട്ടികൾക്ക്, ഈ നാട്ടിലെ തൊഴിലാളികൾക്ക് എന്നെ ഭയമാണ്. ഞാനൊരു ദുഷ്ടനും കോമാളിയുമായിട്ട് അഭിനയിക്കുകയായിരുന്നു. അഭിനയിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ഞാൻ അസലായിട്ട് പഠിച്ചു. അവയ്ക്കെല്ലാം പരിഹാരങ്ങളും ഞാൻ കണ്ടുപിടിച്ചു. നിങ്ങൾ ആരും ഇനി എന്നെ തമ്പുരാൻ എന്ന് വിളിക്കരുത്. ഞാൻ മഹിയാണ്, നിങ്ങളുടെ എല്ലാം മഹി. ജാലിയൻ വാലാബാഗും ക്വിറ്റ് ഇന്ത്യ സമരവും ഉപ്പ് സത്യാഗ്രഹവും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അന്ന് ദാദാബായ് നവറോജിയും ലാലാ ലജ്പത് റായിയും എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. 1965 എന്താണ് നടന്നത്? 1982 എന്താണ് നടന്നത്? 1965 82 നടന്നത് തന്നെയല്ലേ ഈ 1987 നടക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ്. മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! നമ്മുടെ ചിഹ്നം എന്താണ്? നമ്മുടെ ചിഹ്നം എന്താണ്? മഹീന്ദ്രവർമ്മ ഇളയരാജ കി ജയ്! ആ കാണുന്ന ചുവന്ന കെട്ടിടം കണ്ടോ? അവിടെ നമുക്ക് ആരംഭിക്കാം. കുടിയേറ്റ കർഷകനാ, പാലാക്കാരൻ തോമ. പേര് മറക്കരുത്. പാലാക്കാരൻ തോമ. പാലാക്കാരൻ തോമ. ശരി. ചിരിക്കുന്നു. നീ ഒന്ന് ചിരിച്ചു കാണിക്കൂ. പ്രചരണമൊക്കെ എങ്ങനെ നടക്കുന്നു? കുഴപ്പമില്ല, പോട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം. ഇറ്റ്സ് ഓൾ റൈറ്റ്. കാണാം. ലക്ഷ്മി, എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഗവൺമെന്റ് ജീവനക്കാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏർപ്പെട്ടാലുള്ള ശിക്ഷ എന്താണെന്നറിയോ? ജോലി പോകും. പേടിക്കണ്ട, ഞാൻ വെറുതെ പറഞ്ഞ. ചേടത്തി,
അയ്യോ കൊച്ചമ്പ്രാനോ? തോമാചായൻ എന്തി ഇതെന്നെ ഉണ്ടാക്കുന്നത് നോക്കട്ടെ. ഛോ, നല്ല അസലും മീൻകറി, വായിന്ന് വെള്ളം വരുന്നു. കപ്പയുണ്ടോ എടുത്തി? ഞങ്ങള് തന്നാ അവിടുന്ന് കഴിക്കോ? അതെന്നാ ചോദ്യം എടുത്തി? നമ്മൾ തമ്മി എന്നാ വ്യത്യാസം? പുറത്ത് കഴിക്കുന്നവന്മാരറിയണ്ട, അറിഞ്ഞ ഇത് മുഴുവൻ തീർത്തും. എനിക്കാണെങ്കിൽ നല്ല വിശപ്പ്. ഏട്ടത്തി ചുളു വിളിച്ചിരിങ്ങതാ, ഞാൻ അടിച്ചോളാം. ചെല്. അല്ല ചേട്ടത്തി, നമ്മുടെ ത്രേസ്യ കുട്ടി ഇപ്പൊ എവിടാ? അവിടെ ജബൽപൂർ നഴ്സിംഗിന് പഠിച്ചോണ്ടിരിക്കുക. ആ അപ്പോഴേ ചേട്ടനും ചേട്ടത്തിയും കൂടെ ഈ കാടും വെട്ടുവെട്ടി അങ്ങ് പോയാ മതിയോ? പട്ടയം ഒന്നും വേണ്ടായോ? തമ്പുരാൻ അതൊന്ന് പരിഗണിക്കണം. പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പം എന്റെ കാര്യം കൂടെ ഒന്ന് പരിഗണിക്കണം. അത് പറയാനുണ്ട് തമ്പുരാന്. അതാ. വന്നേ. അയ്യോ തമ്പുരാൻ. എന്താ ഇവന്റെ പേര്? ആ ടിറ്റമോൻ. അങ്കിളൊരു ഉമ്മന്നേ. എന്റെ അമ്മാവാ, അവിടെ തേച്ചതുകൊണ്ട് കാര്യമില്ല. ആ ചെറുക്കൻ ദേ ഇവിടെ ഉമ്മ വെച്ചത്. ഈ കൈ കൊണ്ട് അവനെ എടുത്തു. 18 കളരികൾക്കും ഗുരുക്കളായ ഈ ആരോമലാണ് പറയുന്നത്. കുളമന്നൂർ കാവിലെ ഭഗവതിയാണ് സത്യം. തെരഞ്ഞെടുപ്പിന്റെ അന്ന് നിങ്ങൾക്ക് ഓരോ മുണ്ടും ഓരോ കുപ്പി പട്ടച്ചാരായവും. ഇത് സത്യം സത്യം സത്യം. പട്ട പോരെങ്കിലോ? ഓ എന്തോ പട്ട പോരെങ്കിലോന്ന്. എന്താടാ പറഞ്ഞത്? പട്ട പോരെന്ന്? പട്ട പോരെങ്കിൽ 10 സ്ഥലം കൂടെ എഴുതി തരാം. പോട്ടെ, സാരമില്ല. ഒന്നും പറ്റിയില്ലല്ലോ. ആരെ വേണമെങ്കിലും തല്ലിക്കോ, പക്ഷെ ജയനെ മാത്രം ഒന്നും ചെയ്യരുത്. പറഞ്ഞു കേട്ടല്ലോ, അവനെ തൊട്ടാൽ എന്റെ സ്വഭാവം മാറും. ഉണ്ണി, പോരിൽ മാറ്റാന്റെ ശിരസറക്കുന്നതാണ് യുദ്ധധർമ്മം. നീ ഉണ്ണിയാർച്ച കണ്ടിട്ടില്ലേ? എനിക്കൊന്നും കേൾക്കണ്ട. ജയനെ തുടരുത്. വേണ്ട, ജയനെ തൊടണ്ട. നമുക്ക് മറ്റുള്ളവരെ മർദ്ദിക്കാം. വായിൽ വെള്ളിക്കരണ്ടിയുമായി പിറന്നു വീണ ഒരു ശിശുവാണ് ഇപ്പോൾ കൊട്ടാരത്തിന്റെ മതിലുകൾ തകർത്ത് ജനസേവനത്തിനായി ഇറങ്ങി വന്നിരിക്കുന്നത്. കിരീടവും ചെങ്കോലും വലിച്ചെറിഞ്ഞ ബുദ്ധനെ പോലെ, അശോകനെ പോലെ ഈ ഉന്നത കുലജാതൻ സ്വന്തം സുഖസൗകര്യങ്ങൾ ത്യജിച്ച് അധികാരത്തിന്റെ മുൾക്കിരീടമണിയാൻ ധൈര്യസമേതം മുന്നോട്ട് വന്നിരിക്കുന്നത്. കൊട്ടാരത്തിൽ സുഖസമൃദ്ധിയോടെ കഴിയുമ്പോഴും യുവരാജാവിന്റെ മനസ്സ് ഒന്നു മാത്രമേ മന്ത്രിക്കുമായിരുന്നുള്ളൂ. എനിക്ക് സേവിക്കണം, എനിക്ക് ജനങ്ങളെ സേവിക്കണം. ഈ യുവാവിന്റെ മനസ്സിലെ ആഗ്രഹങ്ങളെ പൂവണിയിക്കും. സുഹൃത്തുക്കളെ, അദ്ദേഹത്തെ വിജയത്തിന്റെ സിന്ദൂര തിലകമണിയിക്കും. യുവരക്തത്തിന്റെ പ്രതീകമായ നമ്മുടെ ആശയവും ആവേശവുമായ നിങ്ങളുടെ പ്രിയങ്കരനായ യുവരാജാവിന്, നമ്മുടെ മഹീന്ദ്രവർമ്മ ഇളയരാജയ്ക്ക് ഓരോ വോട്ടുകളും നൽകി അദ്ദേഹത്തെ വിജയിപ്പിക്കണമെന്ന് താണ് വീണ് കേണ് അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിനക്കൊക്കെ മിനിമം കൂലി 12 രൂപ തന്നതാരാ ഓർമ്മയുണ്ടോ? ഉണ്ട് ചെറിയമ്പ്രാൻ. ആ, നമ്മുടെ ചിഹ്നം എന്താ? ചിഹ്നവും കുപ്പിയിലോട്ട് നോക്കണോ? ഉദയസൂര്യൻ. മനസ്സിലായോ? എന്താ ഉദയസൂര്യൻ? ആ, ഇതെന്തോന്നിന്? പ്രഭാതത്തിന്റെ നവോന്മേഷത്തിന്. ഇതും അടിച്ചേച്ച് വേറെ വല്ലയിടത്തും മാറ്റി കുത്തിയ കളരിന്ന് ഞാൻ എന്റെ ഉറുമിയെടുക്കും. വെറുതെ തന്റെ തല മണ്ണ് തീറ്റിക്കരുത്. വേറെ ഒരു കണ. അങ്ങനെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി നമ്മുടെ ഇളയരാജയ്ക്ക് ഉദയസൂര്യൻ അടയാളത്തിൽ ഓരോ വോട്ടുകളും രേഖപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിക്കണം. ഇതത് വെച്ചോളൂ. ഇതും കൂടെ ഒരു 200 അടി അമ്മാവ. ഉദയസൂര്യൻ മറക്കല്ല അമ്മാവ. ഉമ്മ വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പി കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പി കോട്ടില്ല. വോട്ടില്ല, വോട്ടില്ല, ചാരായ കുപ്പി കോട്ടില്ല.
ഹലോ. എന്താ എന്താണ്? നേരം എടുക്കുന്നത് തിരുവനന്തപുരത്തെത്തണം, അല്ലെങ്കിൽ ആ പോയി അവിടെ കുട്ടികളൊക്കെ ജയിച്ചു വന്നിട്ടുണ്ട്. നേരെ വേഗം ചെന്നില്ലേ വേറെ വല്ലവരെ ആക്കും. ഇനി നീ ഇല്ലെങ്കിലും അവർക്കൊരു ചുക്കുമില്ല. ആ മുഖ്യൻ വാക്ക് പറയാൻ മതി. എന്റെ കളരി പരമ്പര ദൈവങ്ങളെ, മാനക്കേട് ഉണ്ടാക്കല്ലേ. എവിടെ എവിടെ? അയ്യോ, ഞാനുണ്ട്. എന്റെ അമ്മയ്ക്ക്. ആകാശവാണി തിരുവനന്തപുരം, തൃശൂർ, ആലപ്പുഴ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് വാർത്തകൾ. നെടുമങ്ങാട് ഭരണമുന്നണി സ്ഥാനാർത്ഥിയായ ശ്രീ ശങ്കരൻ നായർ തന്റെ തൊട്ടടുത്ത സ്ഥാനാർത്ഥിയായ പ്രതിപക്ഷ മുന്നണിയിലെ ശ്രീ ഉമ്മർ കോയയേക്കാൾ 17,612 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു. അയാളും ജയിക്കും. ഗുരുവായൂരപ്പ, ഇതിനെയൊക്കെ ഞാൻ എവിടെ കൊണ്ടുപോയി ഒതുക്കും? 40 മുൻമന്ത്രിമാരും ജയിച്ചു. ഓ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ഇതാ വരുന്നൊരാള്. നമസ്കാരം. കൺഗ്രാചുലേഷൻസ്. താങ്ക്സ്. കഷ്ടിച്ചാങ്ങി കയറി പോകുന്നത് 110 വോട്ടിന്റെ ഭൂരിപക്ഷം. ആ, അറിഞ്ഞു. ആദ്യം എടുത്തുപോയി. പിന്നെ എന്റെ പഴയ ഗ്രാമവികസനം തന്നെ ഇങ്ങ് തന്നേക്കണം. ഞാനിപ്പോ എന്ത് ചെയ്യും? ഇത്രയും പേര് ജയിക്കുമെന്ന് ആരോർത്തു? എന്ത് സംഭവിച്ചാലും എനിക്കാ കടക്കപ്രതിയില്ലാത്തത്. തോറ്റ ഹൈക്കമാൻഡിന്റെ തെറി. ഇനി ജയിച്ചാലോ എല്ലാവർക്കും മന്ത്രിമാരാവണം. താൻ കുറെ വികസിപ്പിച്ചതല്ലേ ഗ്രാമം. ഇനി മതി, നിർത്ത്. ഒരുമാതിരി തന്തയ്ക്ക് പറക്കാത്ത വർത്തമാനം പറയരുത്. എടോ കള്ളുമുല്ലാളി, തനിക്കെന്താണോ ഇവിടെ കാര്യം? ഇയാൾ ഒരുത്തനാണ് നേതാവിനെ ചീത്തയാക്കുന്നത്. ഇയാൾ ഇറങ്ങി പോകാൻ പറ. നീ ആരാണ് അത് പറയാൻ? നിനക്കറിയണോ? എന്താ ഗോപാലപിള്ളേ, നിങ്ങൾ തമ്മിൽ എന്തിനാ വഴക്കുണ്ടാക്കുന്നത്? ഗോപാലപിള്ളേ ഒന്ന് അടങ്ങ്, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ഞാനാ പറയുന്നത്. അയ്യോ, അവരാച്ചായിരുന്നു എത്തി. ഇയാളൊക്കെ എങ്ങനെ ജയിച്ചു വന്നു എന്റെ ദൈവമേ. ലക്ഷം പിന്നാലെ എത്തിപ്പോയി യുവരക്തത്തിൻ നേതാവ്. യുവരക്തത്തിൻ നേതാവേ, ലക്ഷം പിന്നാലെ. ഇതെവിടെയാ? മുഖ്യമന്ത്രിയുടെ വീടാ. എന്നെ എന്തോത്തിനാ ഇവിടെ കൊണ്ടുവന്നേ? ഇവിടെന്ന് ജയിച്ചു, മന്ത്രിയാകണ്ടേ? മന്ത്രിയാകണ്ടേന്ന്. ആ, എനിക്കൊന്ന് മുള്ളണം. ബെഡ്പാൻ കൊണ്ടുവന്നിട്ടുണ്ടോ? ബാബു പിടിച്ചിറങ്ങ. മഹി, വണ്ടിയുടെ സ്പീഡ് കൊണ്ട് നേരം വെളുത്ത് ഇറങ്ങില്ല. വേഗം പോവാ, അല്ലേ വേറെ വല്ലവരെ ആക്കും. തോട്ടത്തിന്റെ രജിസ്ട്രേഷൻ എപ്പോ നടത്തണം?
I, Mahindra Varma Ilayaraja, do swear in the name of God do swear in the name of God that I will solemnly execute that I will solemnly execute the functions of the minister the functions of the minister and will serve, protect and defend the Constitution and law and will serve, protect and defend the Constitution and law to the best of my ability, to the best of my ability, and that I will devote myself to the service and that I will devote myself to the service and well-being of the people of